Assalamualaikum. Welcome back to Magic Masala by Shabana. എൻ്റെ ചാനലിൽ എപ്പോഴും എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് വളരെ സന്തോഷം തോന്നുന്ന ഒരു സെറ്റ് ഓഫ് ഡിഷസ് ആണ് ബിരിയാണി. ബിരിയാണിക്ക് ഞാനൊരു പ്രത്യേക പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു ആഗ്രഹമാണ് എല്ലാ വീക്കും ഒരു ബിരിയാണി റെസിപ്പി എങ്കിലും അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. ആ രീതിയിൽ ഞാനിങ്ങനെ റെസിപ്പീസ് അന്വേഷിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കണ്ട ഒരു ബിരിയാണിയാണ് പാകിസ്ഥാനി സിന്ധി ബിരിയാണി. അപ്പം നമ്മളിൽ പലരും അത് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ കരുതി അത് തന്നെ കാണിച്ചു കളയാം. ഒരു വെറൈറ്റി ആയിട്ട് ഒരു ബിരിയാണി റെസിപ്പി ഇന്ന് നമ്മുടെ ചാനലിൽ കാണിക്കുകയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് അമർത്തിയേക്കണം. അപ്പം ഞാൻ എപ്പോഴൊക്കെ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് അതിനൊരു അപ്ഡേറ്റും കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പീസ് ആണെങ്കിൽ അത് മറക്കാതെ കാണുകയും ചെയ്യാം. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സിന്ധി ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മൾ സിന്ധി ബിരിയാണിയുടെ റൈസ് ആദ്യം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ബിരിയാണി പോട്ടിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ പീസസ് ആക്കിയിട്ട് ഇതുപോലെ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും ഇതുപോലെ കുറച്ച് വലിയ പീസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാൻ പോവുക. ഇപ്പം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് 3.5 കപ്പ് ബാസ്മതി റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 3.5 കപ്പ് റൈസിന് വേണ്ടി ഇരട്ടിയായിട്ടുള്ള 7 കപ്പ് വെള്ളം എടുത്തിട്ടില്ല. 6 കപ്പ് വെള്ളമേ എടുത്തിട്ടുള്ളൂ. 6 കപ്പ് വെള്ളം മതിയാവും. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. സാധാരണ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നതിനേലും ചെറിയൊരു വ്യത്യസ്തത ഇതിൽ തക്കാളി, പിന്നെ നമ്മൾ നെയ്യെല്ലാം ഒഴിക്കുന്നത് എണ്ണയിലാണ്. പച്ചമുളക്, അതിൻ്റെ എല്ലാ ഫ്ലേവറും നമ്മളുടെ ഈ ഒരു റൈസിലേക്ക് കിട്ടും. അപ്പം ഇത് അടച്ചു വെച്ച് ചോറ് ഫുള്ളായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പോട്ടിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് 2 സവോള ഇതുപോലെ അരിഞ്ഞത്, 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് സവോള ഫ്രൈ ചെയ്തിടുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തും വെക്കാം. ഒരു ഫുൾ സവോള എടുത്തിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ മതി. പക്ഷെ അത് ഈ സ്റ്റേജിൽ ആഡ് ചെയ്യണ്ട. അത് ഞാൻ പറഞ്ഞു തരാം എപ്പോഴാണ് ആഡ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ എനിക്ക് നോർമലി സവോള ഫ്രൈ ചെയ്യുന്നത് ഒരുപാട് എണ്ണ എടുക്കുന്നതുകൊണ്ട് ഞാനിത് വഴറ്റിയിടുന്നതാണ് പ്രിഫർ ചെയ്യുന്നത്. ഫ്രൈ ചെയ്തിടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ സ്റ്റെപ്പ് പറഞ്ഞുതരാം. എപ്പോഴാണ് ഇടേണ്ടതെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നോർമലായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുന്ന രീതിയാണെങ്കിൽ എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടാക്കിയിട്ട് ഇതുപോലെ സവോള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവോള നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ജിഞ്ചറും ഗാർലിക്കും, ഇതൊരു 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ, 1 ടേബിൾ സ്പൂൺ ഗാർലിക്, ഇത് ഇത്ര ഇടുക. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 6 പച്ചമുളക് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് മിക്സിയിൽ ഇട്ടിട്ട് ചെയ്ത് വെച്ചേക്കാം. വളരെ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടാലും മതി. അപ്പോൾ ഞാനത് മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റും കൂടെ ഇതൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചോറ് വെന്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചോറൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റുക. ഇത് വഴണ്ട് കഴിയുമ്പോൾ ഞാൻ ഇടുന്നത് 1 കിലോ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഏകദേശം 1 കിലോ ചിക്കൻ നമ്മളിതിലേക്ക് പച്ചയ്ക്ക് മാരിനേറ്റ് ഒന്നും ചെയ്യാതെ നമ്മളിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോകും. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക്കും പച്ചമുളകും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിക്കൻ ഒരു 5 മിനിറ്റ് അതിൻ്റെ ആ ഒരു പച്ച കളറൊന്ന് മാറിക്കഴിയുമ്പോൾ, ആ ഒരു പിങ്ക് ഷെയ്ഡ് മാറി ചെറുതായിട്ടൊന്ന് വൈറ്റ് കളറാകുമ്പോൾ, ഒരു ചിക്കൻ്റെ ആ ഒരു പച്ച ചിക്കൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 3 ബേ ലീഫും അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാൻ പോകും. ഇപ്പോൾ ചിക്കൻ ഇട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 3 ബേ ലീഫാണ്. 3 ബേ ലീഫ് ഒന്ന് ഹാഫായിട്ട് കീറി അത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു 5 മിനിറ്റ്.
ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞ ആ ഫ്രൈഡ് ഓണിയൻ നിങ്ങൾക്ക് ഇടണമെന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലോട്ട് സവോള ഇടുന്നതിന് പകരം നമ്മൾ ആഡ് ചെയ്തില്ലേ ജിഞ്ചറും ഗാർലിക്കും പച്ചമുളകും, അത് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് മാത്രം വഴറ്റിയാൽ മതി, സവോള വഴറ്റണ്ട. അത് വഴറ്റി കഴിയുമ്പോൾ ഈ ഇട്ട പോലെ തന്നെ ചിക്കൻ ഇടുക. ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് ബേ ലീഫും ചെറിയ ജീരകം ഇടുക. അതിനുശേഷം നമ്മൾ ഫ്രൈഡ് ഓണിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യുക. സെപ്പറേറ്റ് ആയിട്ട് ഓണിയൻസ് വറുത്തെടുക്കുക. നമ്മൾ സാധാരണ ബിരിയാണിയിലൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പോലെ ബ്രൗൺ ആക്കി ഫ്രൈ ചെയ്യുക. എന്നിട്ട് ഈ സ്റ്റേജിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ മതി. പക്ഷേ ഇപ്പം ഞാൻ ചെയ്തത് ഫ്രൈഡ് ഓണിയൻസ് അല്ല, സവോള വഴറ്റിയതാണ്. ഇപ്പൊ മസാല ആവുന്ന സമയത്ത് സൈഡിൽ ചോറ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്റ്റേജ് ഇപ്പൊ ഏകദേശം ചോറ് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ അടച്ചു വെക്കുന്നില്ല, തുറന്നു വെച്ചിട്ടാണ് വേവിക്കാൻ പോകുന്നത്. ചോറ് വേവട്ടെ. ഇപ്പൊ നമുക്ക് ചിക്കൻ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി, ക്യൂമിൻ പൗഡർ 1 ടീസ്പൂൺ, 1 ചെറിയ ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇപ്പം നമ്മൾ സാധാരണ നാടൻ ബിരിയാണികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ജീരകത്തിൻ്റെ പൊടിയൊന്നും ഇടാറില്ല. അതൊക്കെയാണ് ഈ ബിരിയാണിയുടെ ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ. ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പം. ഇനി നമുക്ക് ചിക്കനിന് ആവശ്യമായിട്ടുള്ള ഉപ്പിടുക. നമുക്കൊരു ഒരു കിലോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചോറിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അതനുസരിച്ചിട്ട് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിലിട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് പൊടികളെല്ലാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു തക്കാളിയുടെ പ്യൂറിയാണ് ആഡ് ചെയ്യുന്നത്. തിളച്ച വെള്ളത്തിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്യുക. അതിൻ്റെ തൊലി ഇളക്കി കളയുക. എന്നിട്ട് അതിനൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അതൊരു വലിയ ടൊമാറ്റോയുടെ പ്യൂറി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഗൾഫിലൊക്കെ ആണെങ്കിൽ ക്യാൻ ടൊമാറ്റോസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മിക്സിയിലിട്ട് അടിച്ചാൽ മതി. അതിൽ വേവിക്കാനൊന്നും നിൽക്കണ്ട. ഡയറക്റ്റ് ആയിട്ട് വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് കുറച്ച് തക്കാളി അതിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് പേസ്റ്റാക്കി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ശകലം വെള്ളം ഒഴിക്കുകയാണ്. ഇത്രയും വെള്ളം, 2 ടേബിൾ സ്പൂണോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഈ ടൊമാറ്റോ ഒക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ടൊമാറ്റോ പ്യൂരി ഒഴിച്ചിട്ട് അത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ശകലം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ്. ചിക്കൻ കുക്കാവുന്ന സമയം ഒരു 5 to 10 മിനിറ്റ്സ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഒരു പകുതി വെന്തിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഫുൾ വേവുന്നതിന് മുന്നേ തുറന്നിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സാധാരണ നമ്മൾ ബിരിയാണിയിൽ ഇടുന്ന പൊടികളൊന്നും അല്ല, അത് നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. നാടൻ ബിരിയാണികളുടെ ഒരു ഫ്ലേവറേ അല്ല, നല്ല ഡിഫറെൻ്റ് ഒരു സ്മെല്ലാണ്. ഇനി ചിക്കൻ ബാക്കിയും കൂടെ വേവണം. ഇപ്പോൾ ഇലാച്ചി പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല വെന്തു. കുറച്ച് വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു രീതിയിലാണ് വേണ്ടത്. കുറച്ചൊരു വെള്ളം വേണം. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് വീണ്ടും നമ്മുടെ നാടൻ ബിരിയാണിന് വ്യത്യാസമായിട്ട് നമ്മളൊരു ഫുൾ തക്കാളി വലിയ പീസാക്കി അരിഞ്ഞത് ഇടുകയാണ്. അപ്പോൾ വഴറ്റിയ തക്കാളിയും പേസ്റ്റാക്കിയ തക്കാളിയും കൂടാതെ നമ്മളിപ്പോൾ ഒരു ഫുൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇത്രയും മല്ലിയില, നല്ലപോലെ മല്ലിയില വേണം. ഒരു വലിയ കൈപ്പിടി നിറച്ച് മല്ലിയില, പിന്നെ അതിൻ്റെ പകുതി പുതിന ഇല. ഇത് ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇലകളെല്ലാം ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ചെറിയ നാരങ്ങയുടെ ജ്യൂസും കൂടെ ഇട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാത്രത്തിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ മേളിലോട്ടാണ് നമ്മളിപ്പോൾ ചോറിടാൻ പോകുന്നത്. ഈ സമയത്ത് തീ നല്ലോണം കുറച്ച് വെച്ചേക്കുക. കാരണം ചിക്കനൊക്കെ വെന്തും ഇനി തക്കാളിയൊക്കെ നമുക്ക് കുറച്ചങ്ങനെ പീസായിട്ട് തന്നെയാണ് വേണ്ടത്. എല്ലാം നന്നായിട്ട് പരത്തി വെച്ചിട്ട് നമുക്കിനി ഇതിൻ്റെ മേളിലേക്ക് വെന്ത് വന്ന ചോറ് ഇടാം. അപ്പം നമുക്കിതിൻ്റെ മേളിലേക്ക് ചോറ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം.
ഇപ്പൊ ചോറ് ഫുൾ നമ്മൾ ലെയർ ചെയ്ത് കഴിഞ്ഞു. താഴെ മസാല, മേളിൽ ഫുൾ റൈസ് ഇട്ട് കഴിഞ്ഞു. തീ ഏറ്റവും ലോയിൽ വെക്കുക. എന്നിട്ട് ഇത് കുറച്ച് യെല്ലോ കളറാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് യെല്ലോ കളർ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞപ്പൊടി ശകലം വെള്ളത്തിൽ കലക്കിയെടുത്താലും മതി. അതേപോലെ കുറച്ച് റെഡ് ഫുഡ് കളറും ഉണ്ട്. ഇതൊന്നും നിർബന്ധമല്ല. അവർ ബിരിയാണിയിൽ, സിന്ധി ബിരിയാണിയിൽ മോസ്റ്റ്ലി ഈ കളർ ഇടാറുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഇട്ടുന്നേ ഉള്ളൂ, ഫോട്ടോയ്ക്ക് ഒരു ഭംഗിക്കും. ഇത് വീട്ടിലുണ്ടാക്കുമ്പോൾ നിർബന്ധമല്ല. ഇത് ഇത്ര ഇട്ട് ഇനി ദമ്മിൽ നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് വളരെയധികം തീ കുറച്ച് വെച്ചിട്ട്, തീരെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊരു 10 മിനിറ്റ് ദമ്മിൽ വെക്കാം. ഇപ്പൊ നമ്മൾ ദം വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ബിരിയാണി റെഡിയായി. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, എന്താ നല്ല മസാലയൊക്കെ മിക്സായി. ഭയങ്കര ഡിഫറെന്റ് സ്മെല്ലാട്ടോ. സാധാരണ എല്ലാവരും പറയുന്ന പോലെ ഡിഫറെന്റ് റെസിപ്പി പോലെ അല്ല. സാധാരണ നമ്മൾ നാടൻ ബിരിയാണിയുടെ മണമോ ലുക്കോ ഒന്നുമല്ല. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ബിരിയാണിയാണ്. അടിപൊളി സിന്ധി ബിരിയാണി.